2025 8ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ. അജിബ് അനിൽ അസ്ഇലത്തി ഹസബൽ ഇർഷാദാത്ത്. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കാന ജാസിറുൻ മുതതവ്വിഅൻ ഫി മദ്രസതിഹി. ജാസിർ തൻ്റെ സ്കൂളിലെ ഒരു വളണ്ടിയർ ആയിരുന്നു. കാന വാലിദുഹു റജുലൻ ജവാദൻ. അവൻ്റെ പിതാവ് ഒരു ഔദാര്യവാനായ വ്യക്തിയായിരുന്നു. യൗമൻ, ഒരു ദിവസം, തൊലബ ജാസിറുൻ മിൻ വാലിദിഹി. ജാസിർ പിതാവിനോട് ആവശ്യപ്പെട്ടു, സുന്ദൂഖൻ, ഒരു പെട്ടി, യജ്മഉ ഫീഹിൻ നുഖൂദ, നാണയങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഒരു പെട്ടി ആവശ്യപ്പെട്ടു. അഅ്താഹുൽ വാലിദു അസ്സുന്ദൂഖ. വാലിദ് അവന് പെട്ടി നൽകി. ഫസ്വാറ മസ്റൂറൻ, ഇപ്പോൾ അവൻ സന്തോഷവാനായി. ഇനി ചോദ്യങ്ങൾ. തൊലബ ജാസിർ മിനൽ വാലിദി അസ്സുന്ദൂഖ. ജാസിർ പിതാവിൽ നിന്നും പെട്ടി ആവശ്യപ്പെട്ടു. ലിജംഇ ഡാഷ് ലിജംഇൻ നുഖൂദി, നാണയങ്ങൾ ശേഖരിക്കാൻ വേണ്ടി. നുഖൂദാണ് ശരി ഉത്തരം. 2. ഇഖ്തരി തസ്രീഹ സ്വഹീഹ. ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക. വാലിദു ജാസിരിൻ ബഖീലുൻ. ജാസിറിന്റെ പിതാവ് ഒരു പിശുക്കനാണ്. വാലിദു ജാസിരിൻ മുസാരിയുൻ, ഒരു കർഷകനാണ്. വാലിദു ജാസിരിൻ ജവാദുൻ, ഔദാര്യവാനാണ്. ജവാദുൻ, അതാണ് ശരി ഉത്തരം അല്ലേ, മൂന്നാമത്തത്. ഇനി സിൽ ബിൽ മുനാസിബ്, ചേർമൊഴി ചേർക്കുക. ജാസിറുൻ, അതിനോട് ചേരുന്നത് മുതതവ്വിയുൻ എന്നതാണ്. ജാസിറുൻ മുതതവ്വിയുൻ, ജാസിർ ഒരു വളണ്ടിയർ ആണ്. അടുത്തത് അഅ്തൽ വാലിദു അസ്സുന്ദൂഖ. വാലിദ് സുന്ദൂക്ക് നൽകി. ഓക്കെ. ഇഖ്റ സത്ര, ഈ വരി വായിക്കുക. ഫിൽ മുറബൈ, കള്ളിയിലുള്ള വരി വായിക്കുക. വഖ്തർ തസ്രീഹൻ മുവാഫിഖൻ ലഹു ഫിൽ മാന, എന്നിട്ട് അതിന്റെ ആശയത്തോട് യോജിക്കുന്ന ആശയം ഉള്ള സ്റ്റേറ്റ്മെന്റ് താഴെ നിന്ന് തിരഞ്ഞെടുക്കണം. 3 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വരിയുടെ ആശയം എന്താണെന്ന് നോക്കാം. ഇതുമായിട്ട് യോജിക്കുന്ന ആശയം അതിൽ നിന്ന് കണ്ടെത്താം. ഫത്തിബു ആയിഷൻ ഫൈനൽ ഉംറ ശംസുൻ. സന്തോഷത്തോടെ നന്നായി ജീവിക്കുക. ഫൈനൽ ഉംറ ശംസുൻ തഗ്റുബ്, സൂര്യൻ അസ്തമിക്കുന്ന സൂര്യനെ പോലെയാണ് ആയുസ്. വൽ ഹയാത്തു ഇലാ സവാലിൻ, അതേപോലെ നമ്മുടെ ജീവിതവും നീങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ട് ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക. ആ അർത്ഥം വരുന്ന വരി ഏതാണെന്ന് നോക്കാം. അൽ മാലു വൽ ഔലാദു സീനത്തു ദുനിയ അൽഫാനിയ. കുട്ടികളും പണവും സമ്പത്തുമൊക്കെ ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. അത് അൽഫാനിയ, നശിച്ചു പോകുന്ന ദുനിയാവിന്റെ. ചെറിയൊരു സാമ്യമുണ്ട്. പിന്നെ അൽ ഉംറു കശംസി വൽ ഹയാത്തു തസൂലു. ആയുസ് സൂര്യനെ പോലെയാണ്, ജീവിതം നീങ്ങിപ്പോകുന്നതാണ്. അതാണ് ശരിയായ അതിന്റെ അർത്ഥം അല്ലേ, ഒരേ വരിയാണ്. ഓക്കെ. ഇനി അജിബ് അനിൽ അസ്ഇലത്തിലാത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾ ഉത്തരം എഴുതുക. സ്വഹിഹ് അൽ കലിമത്തല്ലത്തി തഹ്തഹ ഖത്തുൻ. അടിവരെയുള്ള വാക്കുകൾ ശരിയാക്കി എഴുതുക. ഫാത്തിമത്തു റജഅ മിനൽ ബൈത്തി. ഫാത്തിമത്തു മുഅന്നസ് ആയതുകൊണ്ട് റജഅത്ത് എന്നാണ് പറയേണ്ടത്. റജഅത്ത് മിനൽ ബൈത്തി, വീട്ടിൽ നിന്നും ഫാത്തിമ മടങ്ങി. അൽ ഔലാദു റജഅത്ത് മിനൽ ബൈത്തി. കുട്ടികൾ വീട്ടിൽ നിന്നും മടങ്ങി എന്ന് പറയാൻ അൽ ഔലാദു റജഉ മിനൽ ബൈത്തി എന്നാണ് എഴുതേണ്ടത്. ലഅൽ അൽദാദ ലിൽ കലിമാത്തില്ലത്തി തഹ്തഹ ഖത്തുൻ. അടിവരെയുള്ള വാക്കുകളുടെ അൽദാദ്, ഓപ്പോസിറ്റ് വേർഡ്സ് കണ്ടെത്തി എഴുതണം. മക്തൂബുൽ ജുമലക മാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. മിസാൽ, ജാഅ ഗനിയൻ ഇലാ ബൈത്തി റയ്യാൻ. ഒരു സമ്പന്നൻ റയ്യാന്റെ വീട്ടിലേക്ക് വന്നു. അതിനെ എങ്ങനെ മാറ്റി എഴുതി? ഗനിയൻ എന്ന വാക്കിന്റെ അടിയിലാണ് വരെയുള്ളത്. അപ്പോൾ ഗനിയന്റെ ഓപ്പോസിറ്റ് വാക്ക് കണ്ടെത്തി എഴുതണം. ലിദ് കണ്ടെത്തി എഴുതണം. അത് ഫക്കീറുൻ എന്നാണ്. ലിദ്. ജാഅ ഫക്കീറുൻ, ഒരു ദരിദ്രൻ വന്നു. ഇലാ ബൈത്ത് റയ്യാൻ, റയ്യാന്റെ വീട്ടിലേക്ക്. അതേപോലെ ഫിൽ ബിഇരി മാഉൻ ഖലീലുൻ. കിണറിൽ വളരെ ഖലീലുൻ മീൻസ് കുറച്ച് വെള്ളമുണ്ട്. എന്തെഴുതണം? ഫിൽ ബിഇരി മാഉൻ കസീറുൻ. കിണറിൽ ധാരാളം വെള്ളമുണ്ട്. ഖളൈതു ഫിൽ ബൈത്തി തൂലൻ നഹാരി. ഞാൻ പകൽ മുഴുവൻ വീട്ടിൽ ചിലവഴിച്ചു. അത് ഖളൈതു ഫിൽ ബൈത്തി തൂലൽ ലൈലി. ഞാൻ രാത്രി മുഴുവൻ വീട്ടിൽ ചിലവഴിച്ചു. ഓക്കെ. ഇനി 6ാമത്തത് തർജിമ ഇലാ ലുഗതിക. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അൽ അഖലു സലീമു ഫിൽ ജിസ്മി സലീമി. ആരോഗ്യകരമായ മനസ്സ് ആരോഗ്യകരമായ ശരീരത്തിലാണ്. ഇത്ആമുൽ ഫഖീരി ഖൈറുൻ. ദരിദ്രന് ഭക്ഷണം നൽകൽ നന്മയാണ്. അടുത്തത് ലാഹിദ സൂറത്ത വഅഇദ തഅലീഖൻ മുനാസിബൻ ലഹ. ഈ ചിത്രം നോക്കിയിട്ട് അനുയോജ്യമായ ഒരു അടിക്കുറിപ്പ് ഇവിടെ കൊടുക്കണം. ഒരു ബലഹീനനായ ആളെ സഹായിക്കുന്നതാണ് അല്ലേ. അപ്പൊ അതെങ്ങനെ എന്തെഴുതാം? സായിദു അൽദുഅഫാ, ബലഹീനരെ സഹായിക്കൂ, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ സായിദു അൽ അഅമ, അന്ധനെ സഹായിക്കൂ എന്ന് എഴുതാം. എന്ത് വേണമെങ്കിലും എഴുതാം. റക്കിബിൽ കലിമാത്തി കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ഈ വാക്കുകൾ എന്ത് ചെയ്യണം? യോജിപ്പിച്ച് എഴുതണം, കൂട്ടിച്ചേർക്കണം. ഉദാഹരണം, ഖസ്ർ പ്ലസ് ഖനി. അതെങ്ങനെ എഴുതി? ഖസ്റുൽ ഖനി ഡാഷ് കബീറുൻ എന്ന് കാണുന്നുണ്ട് അല്ലേ. ഖസ്റുൽ ഖനി കബീറുൻ. പണക്കാരന്റെ കൊട്ടാരം വലിയതാണ്. ഖസ്റുൽ ഖനി എന്ന് പറഞ്ഞാൽ പണക്കാരന്റെ കൊട്ടാരം. ഇലാഫത്താണ് അവിടെ ചെയ്തിരിക്കുന്നത്.
അതേപോലെ എൻ്റെ എന്നുള്ള അർത്ഥം കിട്ടും. കൂഹുൻ പ്ലസ് ഫക്കീറുൻ, ഫക്കീറിന്റെ കുടില് എന്നാണ് പറയേണ്ടത്. കൂഹുൽ ഫക്കീരി സഗീറുൻ, ഫക്കീറിന്റെ കുടില് ചെറുതാണ്. അടുത്തത് ഉഷുൻ ബുൽബുലുൻ, ബുൽബുലിന്റെ കൂട്. ഉഷുൽ ബുൽബുലി ജമീലുൻ, ബുൽബുലിന്റെ കൂട് ഭംഗിയുള്ളതാണ്. ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ലാഹിൽ അൽ ജദ്വല, ഈ ലിസ്റ്റ് നോക്കുക. വ അൻഷ് മിൻഹ സലാസ ജുമലിൻ, എന്നിട്ട് അതിൽ നിന്നും 3 സെന്റൻസുകൾ ഉണ്ടാക്കണം. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. ഉദാഹരണം, റാഷിദുൻ ഇസ്തഹറ ബിൽ അമാനത്തി. ഇവിടെ വട്ടമിട്ടത് നോക്കൂ, ഇസ്തഹറ ബി അൽ അമാനത്തി എന്നത് വട്ടമിട്ടിട്ടുണ്ട് അല്ലേ. അതിന്റെ മുമ്പിലൊരു റാഷിദ് എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. അപ്പോൾ റാഷിദുൻ ഇസ്തഹറ ബിൽ അമാനത്തി, റാഷിദ് വിശ്വസ്തത കൊണ്ട് പ്രശസ്തനാണ് എന്ന ഒരു സെന്റൻസ് ഉണ്ടാക്കി. ഇനി 3 സെന്റൻസുകൾ കൂടെ നമ്മൾ ഉണ്ടാക്കണം. അതിൽ ഒന്നാമത്തെ സെന്റൻസിന്റെ ആദ്യത്തെ വാക്ക് അൽ മുദരിസത്തു എന്നാണ്, അധ്യാപിക. അൽ മുദരിസത്തു വസലത്ത്, ഒന്നാമത്തെ കോളത്തിൽ നിന്നും വസലത്ത് എടുക്കാം. പിന്നെ രണ്ടാമത്തേതിൽ നിന്നും ഇല, മൂന്നാമത്തതിൽ മദ്രസ. അൽ മുദരിസത്തു വസലത്ത് ഇലൽ മദ്രസത്തി, അധ്യാപിക സ്കൂളിൽ എത്തി. അടുത്തത് ഡേഷ്, ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദല്ല എന്നുണ്ടല്ലേ. ദല്ല എന്നാൽ അറിയിച്ചു, ദല്ല. അപ്പൊ അസ്വഹാബിയു ദല്ല അല സൂഖി, സ്വഹാബി മാർക്കറ്റിനെ അറിയിച്ചു കൊടുത്തു, മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പാഠഭാഗത്തുള്ള ഒരു സെന്റൻസ് ആണ് അതല്ലേ. അടുത്തത് പിന്നെ കാമയാണ് ബാക്കിയുള്ളത്. അവിടെ നമുക്ക് അൽ മുദരിസു എന്ന് വെക്കാം. അൽ മുദരിസു കാമ ബി വാജിബിഹി, അധ്യാപകൻ തന്റെ കടമ നിർവഹിച്ചു. കാമ ബി മീൻസ് നിർവഹിച്ചു, കാമ ബി വാജിബിഹി തന്റെ കടമ നിർവഹിച്ചു. അടുത്ത കമ്മിലിൽ ജുമല ബിൽ കലിമത്തിൽ മുനാസിബത്തി, അനുയോജ്യമായ വാക്ക് വെച്ചുകൊണ്ട് വാചകങ്ങൾ പൂർത്തിയാക്കാം. മിനൽ മുറബ, ഇവിടെയുള്ള മുറബയിൽ നിന്നും. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. ഉദാഹരണം, അൽ ഖിത്താറാത്തു, തീവണ്ടികൾ, തസീറു ഫി സിക്കത്തിൽ ഹദീദ്, റെയിൽപാളത്തിൽ കൂടെ. സിക്കത്തുൽ ഹദീദ് മീൻസ് റെയിൽപാളത്തിൽ കൂടെ സഞ്ചരിക്കുന്നു. അതേപോലെ സഫീനത്തു തസീറു, കപ്പൽ സഞ്ചരിക്കുന്നു. ഏതിൽ കൂടെ? ഫി അൽ മസാരിൽ ബഹരി, ഫിൽ മസാരിൽ ബഹരി മീൻസ് കടൽ പാതയിലൂടെ സഞ്ചരിക്കുന്നു. അടുത്തത് അത്വായിറത്തു, വിമാനം. യസീറു പറഞ്ഞോ, അത്വായിറത്തു തസീറു, തസീറു ഫി അൽ മസാരിൽ ജവ്വി, വ്യോമ പാതയിൽ കൂടെ സഞ്ചരിക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് അസയ്യാറത്ത് വെക്കാം, കാർ. അസയ്യാറത്തു തസീറു ഫിഷാരി, റോഡിൽ കൂടെ കാർ സഞ്ചരിക്കുന്നു. ഓക്കെ. റത്തിബിൽ ഇബാറാത്തി താലിയത്ത ഹത്ത തസീറ ഹിക്കായത്തൻ, താഴെയുള്ള ഈ സ്റ്റേറ്റ്മെന്റ്സ്, ഈ സെന്റൻസുകൾ എന്ത് ചെയ്യണം? ഓർഡറിലാക്കണം. ആദ്യം ഇതിൽ വെക്കേണ്ടത് യൗമൻ വസല റൈഹാനു ഇലൽ മത്താർ എന്ന സെന്റൻസ് ആണ്. അങ്ങനെ അത് ഓർഡറിലാക്കി ഇവിടെ എഴുതുക. യൗമൻ ഖറജ റൈഹാൻ, തുടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൗമൻ ഖറജ റൈഹാൻ, ഒരു ദിവസം ഖറജ റൈഹാൻ, റൈഹാൻ പുറപ്പെട്ടു. ഇലൽ മത്താരി, എങ്ങോട്ടേക്ക്? എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. ഓക്കെ. അങ്ങനെ പിന്നെ ഇവിടെ യൗമൻ എന്ന് വേണമെന്നില്ല. വസല റൈഹാൻ ഇലൽ മത്താരി, റൈഹാൻ എയർപോർട്ടിലെത്തി. പിന്നെയോ വൻതളറ വാലിദഹു അൽ ഖാദിമ മിൻ ദുബൈ, ദുബൈയിൽ നിന്നും വരുന്ന തന്റെ പിതാവിനെ അവൻ കാത്തിരുന്നു. അങ്ങനെ ഫജ്അത്തൻ, അടുത്തത് മൂന്നാമത്തത് ഫജ്അത്തൻ, പെട്ടെന്ന്. സമയ സൗത്തൻ മുഖീഫൻ, അവനൊരു ഭയാനകമായ ശബ്ദം കേട്ടു. പിന്നെ മേലെ ആദ്യത്തെ ഏതാ? ഫഹിമ എന്നുള്ളത്. ഫഹിമ അന്നഹു വഖഅ ഹുനാക ഹാദിസത്തു ത്വായിറ, അവിടെ ഒരു വിമാനാപകടം നടന്നിരിക്കുന്നു എന്ന് അവന് മനസ്സിലായി. പിന്നെയോ, പിന്നെ ദഹബ റൈഹാൻ, ലാസ്റ്റ് ദഹബ റൈഹാൻ ഇലൽ മുസ്തഷ്ഫ, റൈഹാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. വലഖിയ അബാഹു, തന്റെ ഉപ്പയെ കണ്ടുമുട്ടി. അവസാനത്തത് ആനക റൈഹാനു വാലിദഹു, വാലിദിനെ കെട്ടിപ്പിടിച്ചു. വക്കാല, എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹി അലാ സലാമത്ത്, സുരക്ഷിതമായതിൽ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു. അത് മുഴുവൻ യോജിപ്പിച്ച് ഒരുമിച്ച് എഴുതുക. അപ്പോഴത്തൊരു കഥയായി മാറും. നക്രവ് തർജമത്ത യൂസഫ് ഇളം മനുക്കമ്മിലുൽ ബയാനത്തി ഷഖ്സിയ, യൂസുഫ് ഇളമിന്റെ ജീവചരിത്രം വായിച്ചുകൊണ്ട് ബയോഡാറ്റ പൂർത്തിയാക്കാം. വായിച്ചു നോക്കാം. യൂസുഫ് ഇളം ഷായറുൻ, യൂസുഫ് ഇളം ഒരു കവിയാണ്. ഉലിദ ഫി മദീനത്തി മുആൻ, മുആൻ പട്ടണത്തിൽ അദ്ദേഹം ജനിച്ചു 1931. വഹവ ഉർദുനിയുൽ ജിൻസിയ, ജോർദാൻകാരനാണ് അദ്ദേഹം. ഉർദുനിയുൽ ജിൻസിയ മീൻസ് നാഷണാലിറ്റി ജോർദാനിയായ വ്യക്തിയാണ്. തൂഫി, അദ്ദേഹം മരണപ്പെട്ടു. 2007 മരണപ്പെട്ടു. ഫിൽ ഉർദുൻ, ജോർദാനിൽ. വമിൻ ദവാവിനിഹി, അദ്ദേഹത്തിന്റെ ദവാവിനിഹി ഷിഅരിയ, കവിതാ സമാഹാരങ്ങളിൽ പെട്ടതാണ് യാ ഖുദുസ് എന്നതും റിഹാബുൽ അഖസ എന്നതും. ഇനി ഇവിടെ ഇത് എഴുതണം. അൽ ഇസ്മുൽ കാമിൽ, എന്താണ് ഇസ്മുൽ കാമിൽ? യൂസുഫ് അൽ ഇളം. നോക്കി എഴുതുക.
താരിഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. എപ്പോഴാണ്? 1931 എന്ന് എഴുതിയാൽ മതി. 31 മീം ഇടുക, മീലാദിയ. പിന്നെ മക്കാനുൽ മീലാദ്, പ്ലേസ് ഓഫ് ബർത്ത്, അത് മുആൻ എന്ന് എഴുതുക. എന്നിട്ട് ഒരു കോമ ഇട്ടിട്ട് ഉർദുൻ എന്നും എഴുതുക. ഉർദുനിലെ മുആൻ എന്ന അർത്ഥം കിട്ടും. അൽ ജിൻസിയ എന്നിടത്ത് ഉർദുനിയുൻ. താരിഖുൽ വഫാത്ത്, ഡേറ്റ് ഓഫ് ഡെത്ത് 2007 എഴുതുക. ദീവാൻ, കവിതാ സമാഹാരങ്ങൾ, ഇത് രണ്ടും എഴുതുക. യാ ഖുദുസ് എഴുതുക, കോമ ഇട്ടിട്ട് റിഹാബുൽ അഖ്സ അങ്ങനെ എഴുതുക. അക്മിലിൽ ജുമല ബി സിഫത്തിൻ മുനാസിബത്തിൻ, അനുയോജ്യമായ സിഫത്ത് നഅത്ത് വെച്ചുകൊണ്ട് പൂരിപ്പിക്കണം. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. മിസാൽ അയ്യുഹത്തുല്ലാബു എന്നാണുള്ളത്. ഉദാഹരണം ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ. അയ്യുഹത്തുല്ലാബു, വിദ്യാർത്ഥികളെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു എന്ത് കൊടുക്കാം? ഒരു സിഫത്ത് കൊടുക്കാം. അയ്യുഹത്തുല്ലാബുൽ മുജ്തഹിദൂന, കഠിനാധ്വാനികളായ വിദ്യാർത്ഥികളെ. അതേപോലെ അതമന്നാലക്ക മുസ്തഖ്ബിലൻ ബാഹിറൻ. ബാഹിറൻ മീൻസ് ശോഭനമായ ഒരു ഭാവി ഞാൻ നിനക്ക് ആശംസിക്കുന്നു, നേരുന്നു. അതാണ് സിഫത്ത് അല്ലെങ്കിൽ നാത്ത്, ഒന്നിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്ന പദം. അത്വാവൂസു താഇറുൻ ജമീലുൻ, മയിൽ ഭംഗിയുള്ള പക്ഷിയാണ്. ജമീലുൻ എന്ന സിഫത്ത് വെച്ചു. ഇസ്തറൈത്തു ഹഖീബത്തൻ ജദീദത്തൻ, ഞാനൊരു പുതിയ ബാഗ് വാങ്ങി. ജദീദത്തൻ, പുതിയ എന്ന നാത്ത് വെച്ചു. ഓക്കെ. ഇനി യദ്ഹബു റൈഹാൻ ഇല മക്തബിൽ മദ്രസത്തി, റൈഹാൻ സ്കൂളിന്റെ ഓഫീസിലേക്ക് പോവുകയാണ്. ബിസ്തിമാറത്തി മഷ്റൂഇ അഷ്ബാൽ ഷുർത്തത്ത് തുല്ലാബ്, SPC പ്രൊജക്ടിന്റെ ഇസ്തിമാറത്ത് ഫോമും കൊണ്ട് സ്കൂൾ ഓഫീസിലേക്ക് പോവുകയാണ്. ഫലക്കിയ സ്വദീഖഹു സാലിമൻ, അപ്പോൾ തന്റെ കൂട്ടുകാരനെ സാലിമിനെ കണ്ടുമുട്ടി. ഫജറ ബൈനഹുമാ ഹിവാറുൻ, അപ്പോൾ അവർക്കിടയിൽ ഒരു ഹിവാർ നടന്നു. നുക്കുമിലു ദാലിക്കൽ ഹിവാർ, ആ ഹിവാർ പൂരിപ്പിക്കാം. സാലിം ആദ്യം എന്ത് പറയും? അസ്സലാമു അലൈക്കും. റൈഹാൻ വഅലൈക്കും അസ്സലാം. സാലിം ഇല ഐന അൻത, നീ എങ്ങോട്ടേക്കാണ്? അപ്പോൾ റൈഹാൻ എന്ത് പറയും? ഇല മക്തബിൽ മദ്രസ, സ്കൂൾ ഓഫീസിലേക്ക്. സാലിം ലിമാദ, എന്തിനാണ്? റൈഹാൻ ലി തഖ്ദീമി, സമർപ്പിക്കാൻ. എന്ത് സമർപ്പിക്കാൻ? അത് ഇവിടെ നോക്കിയത് അല്ലെ. ലി തഖ്ദീമി ഇസ്തിമാറത്ത്, ബി വേണ്ട. ലി തഖ്ദീമി ഇസ്തിമാറത്തി മഷ്റൂഇ അഷ്ബാലി ഷുർത്തത്തി തുല്ലാബ്, SPC പ്രൊജക്ടിന്റെ ഫോം സമർപ്പിക്കാൻ വേണ്ടി, സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. മതാ തുഖദ്ദിമുൽ ഇസ്തിമാറത്ത, നീ എപ്പോഴാണ് ഫോം സബ്മിറ്റ് ചെയ്യുക? അൽ ആൻ എന്ന് എഴുതാം, ഇപ്പോൾ. അൽ ആൻ, ഇപ്പോൾ. പിന്നെ ഒരു കോമ ഇട്ടിട്ട് ഹൽ തസ്തരിക്കു ഫി ഹാദൽ മഷ്റൂ, നീ ഈ പ്രൊജക്റ്റിൽ ചേരുന്നുണ്ടോ? അപ്പൊ സാലിം നാം, അതെ, അല്ലെങ്കിൽ ലാ, ഇല്ല. ഇനി ഇഖ്റഅൽ ഫിഖ്റത, ഈ പാരഗ്രാഫ് വായിക്കുക. വഅൻഷി മിൻഹ സലാസത അസ്ഇലത്തിൻ, 3 ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ബിസ്തിമാലിൽ അദവാത്തിൽ ഇസ്തിഫാമിയ, ഈ ചോദ്യത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. മാതാ, എന്ത്. മത, എപ്പോൾ. ഐന, എവിടെ. മൻ, ആര്. വായിച്ചു നോക്കാം. റാഷിദുൻ വലതുൻ, റാഷിദ് ഒരു വലതാണ്, കുട്ടിയാണ്. യദ്റുസു ഫിൽ മദ്രസത്തിൽ ഹുകൂമിയത്തി, ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് റാഷിദ്. അപ്പോൾ ഒരു ചോദ്യം അതിൽ നിന്നും ഉണ്ടാക്കാം. മൻ റാഷിദുൻ, റാഷിദ് ആരാണ്? ഓക്കെ. ഇനി 2 ചോദ്യങ്ങൾ കൂടെ ഉണ്ടാക്കണം. അപ്പോൾ യദ്റുസു ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ എന്ന് വന്നല്ലോ അല്ലേ. അപ്പോൾ ഐന യദ്റുസു റാഷിദുൻ, റാഷിദ് എവിടെയാണ് പഠിക്കുന്നത് എന്ന് 2 ചോദ്യമായി. ഇനിയോ കാന സരി അൽ അഗ്ലബി, അവൻ വേഗം ദേഷ്യം പിടിക്കുന്ന ആളാണ്. യൗമൻ ജമാലഹു അൽ വാലിദു മസാമീറ, ഒരു ദിവസം അവന്റെ പിതാവ് കുറെ ആണികൾ കൊടുത്തു. വശാക്കൂസൻ, ഒരു ചുറ്റികയും. ദക്ക ജമീ അൽ മസാമീർ അല ലൗഹിൻ ഖശബീൻ, എല്ലാ ആണികളും അവനൊരു മരപ്പലകയിൽ അടിച്ചു. വറദ്ദ റാഷിദുൻ അൽ ലൗഹ ഇലൽ വാലിദി, എന്നിട്ട് റാഷിദ് ആ പലക വാലിദിന് തിരിച്ചു കൊടുത്തു. മസാൻ, വൈകുന്നേരം. ഓക്കെ. ഇനി അതിൽ നിന്നും മത്ത എന്ന ചോദ്യമുണ്ട് അല്ലെ. മത്ത റദ്ദ റാഷിദുൻ അൽ ലൗഹ ഇലൽ വാലിദി, റാഷിദ് എപ്പോഴാണ് ലൗഹ് പലക ഉപ്പാക്ക് തിരിച്ചു കൊടുത്തത് എന്ന ചോദ്യം ഉണ്ടാക്കാം. അപ്പം 3 ചോദ്യമായി. ഇനിയും കുറെ ചോദ്യം ഉണ്ടാക്കാം. പിന്നെ റത്തിബിൽ കലിമാത്തി ഹത്ത തസീറ ജുംലത്തൻ സഹീഹത്തൻ, ഈ വാക്കുകൾ ഒരു ശരിയായ ജുംലയായി തീരാൻ വേണ്ടി എന്ത് ചെയ്യുക? ഓർഡറിലാക്കുക. അൽ മുജിദ്ദു യസ്കുതു ലൻ, അപ്പോൾ ലൻ യസ്കുതൽ മുജിദ്ദു, കഠിനാധ്വാനി വീഴുകയില്ല. 2 അത്വാലിബു ഇല വസല അൽ മദ്രസ, വസല താലിബു ഇലൽ മദ്രസത്തി, വിദ്യാർത്ഥി സ്കൂളിലേക്ക് എത്തി. 3 അസയ്യാറത്ത് ഖാമ ബിഷിറായി നബീൽ, ഖാമ നബീലുൻ ബിഷിറായി സയ്യാറത്തി, നബീൽ കാർ വാങ്ങി. ഓക്കെ. അജിബ് അനിൽ അസിലത്തിലാത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നുലാഹുൽ ഇഷ്ആറ, ഈ നോട്ടീസ്
നോക്കാം. വനുജീബ് അനിൽ അസ്ല, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. നോട്ടീസിൽ എന്താ ഉള്ളത്? മുസാബക്കത്തുൽ ഖിറാഅത്തി, വായനാ മത്സരം. നാദി അൽ ലോത്തിൽ അറബിയ, അറബിക് ക്ലബ്ബ്. പിന്നെ അൽ മദ്രസത്തു സാനവിയ അൽ ഉല്യാബി, വയനാട്, വയനാട്ടിലെ ഹയർ സെക്കൻഡറി സ്കൂൾ. യഅഖിദു നാദി അൽ അറബിയത്തി മുസാബക്കത്തുൽ ഖിറാഅത്തി, അറബിക് ക്ലബ്ബ് വായനാ മത്സരം സംഘടിപ്പിക്കുന്നു. ഫി യോമിൽ ഇസ്നൈനിൽ ഖാദിം, വരുന്ന തിങ്കളാഴ്ച. നർജു മിനൽ മുഷാരിക്കീന, പങ്കെടുക്കുന്നവർ എന്ത് ചെയ്യുക? നർജു മിനൽ മുഷാരിക്കിന് ഇസ്തിലാമൽ ഇസ്തിമാറത്ത്, ഫോം കൈപ്പറ്റുക. മിൻ മക്തബത്തിൻ നാദി അൽ അറബിയ, അറബിക് ക്ലബിൽ നിന്ന്, അറബിക് ക്ലബിന്റെ മക്തബത്ത് ഓഫീസിൽ നിന്നും മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഫോം വാങ്ങേണ്ടതാണ്. ശുക്രൻ അൽ അമീനുൽ അം, താങ്ക് യു ജനറൽ സെക്രട്ടറി. മാതാ യാക്കിദു നാദി അൽ ലോത്തിൽ അറബിയ, അറബിക് ക്ലബ്ബ് എന്താണ് സംഘടിപ്പിക്കുന്നത്? ഉത്തരം യാക്കിദു നാദി അൽ ലോത്തിൽ അറബിയത്തി മുസാബക്കത്തൽ ഖിറാഅത്തി, അല്ലെ, വായന മത്സരം. യാക്കിദു നാദി അൽ ലോത്തിൽ അറബിയത്തി മുസാബക്കത്തൽ ഖിറാഅത്തി, വായന മത്സരം സംഘടിപ്പിക്കുന്നു. മതാ തജ്രി അൽ മുസാബക്കത്തു, മത്സരം എപ്പോഴാണ് നടക്കുക? ഉത്തരം തജ്രി അൽ മുസാബക്കത്തു, മത്സരം നടക്കും. ഫിൽ യോമിൽ ഇസ്നൈനിൽ ഖാദിമി, വരുന്ന തിങ്കളാഴ്ച. ഐന നഹസുലു അലൽ ഇസ്തിമാറത്തി, എവിടെ നിന്നാണ് നമുക്ക് ഫോം കിട്ടുക? നഹസുലു അലൽ ഇസ്തിമാറത്തി, നമുക്ക് ഫോം കിട്ടും മിൻ മക്തബത്തി നാദി അൽ അറബിയത്തി, അല്ലെങ്കിൽ മിൻ മക്തബി നാദി അൽ അറബിയത്തി, അറബിക് ക്ലബിന്റെ ഓഫീസിൽ നിന്നും. ഫി അയ്യത്തി മദ്രസത്തിൻ തജ്രി അൽ മുസാബക്കത്തു, മുസാബക്കത്ത് ഏത് സ്കൂളിലാണ് നടക്കുന്നത്? തജ്രി അൽ മുസാബക്കത്തു ഫി മദ്രസത്തി അൽ ഹുക്കൂമിയത്തി ഫിൽ മദ്രസത്തി സാനിവയത്തിൽ ഉല്യ, വയനാട്, വയനാട്ടിലെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, വയനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ്. ഓക്കെ. ഇഖ്റൽ ഫിക്റത വകമിലിൽ ഫറാ ബിസീഗത്തിൻ മുനാസിബത്തിൻ കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ഈ ഫീലുകളുടെ അനുയോജ്യമായ രൂപങ്ങൾ വെച്ചുകൊണ്ട് സെന്റൻസുകൾ പൂരിപ്പിക്കാം. ഇന്ദമാ ഡാഷ്, ഖറജയാണ് ബ്രാക്കറ്റിലുള്ളത്. ഖറജ തന്നെ വെച്ചാൽ മതി, മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. കാരണം ഇന്ദമാ ഖറജ നബീലുൻ എന്നാണുള്ളത്. നബീൽ പുറപ്പെട്ടപ്പോൾ ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. സഅലഹു അൽ വാലിദു, പിതാവ് അവനോട് ചോദിച്ചു. യാ നബീൽ, നബീലെ, ഹൽ അൻത ഡാഷ് അൽയൗമ ഫി ഹഫ്ലത്തി സിവാജ് സ്വദീഖിക, നീ നിന്റെ കൂട്ടുകാരന്റെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ ഹലറ എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കണം? ഹൽ അൻത തഹലുറു എന്ന് വെക്കണം, മുളാരിയ ഫീലാക്കുക. ഹൽ അൻത തഹലുറു യൗം, നീ ഇന്ന് ഹാജരാകുമോ, പങ്കെടുക്കുമോ? ഫി ഹഫ്ലത്തി സിവാജ് സ്വദീഖിക, കൂട്ടുകാരന്റെ കല്യാണത്തിന്. അജാബ നബീൽ മറുപടി പറഞ്ഞു. നഅം യാ വാലിദി, അതെ ഉപ്പ. ദഹബ ഇലാ ബൈത്തി, ദഹബ എന്നാണ് ബ്രാക്കറ്റിലുള്ളത് അല്ലെ. ഇലാ ബൈത്തിഹി മസാൻ, അവന്റെ വീട്ടിലേക്ക് വൈകുന്നേരം, അതായത് ഞാൻ അവന്റെ വീട്ടിലേക്ക് വൈകുന്നേരം പോകും എന്നാണ് പറയേണ്ടത്. അപ്പോൾ നഅം യാ വാലിദി അദ്ഹബു, ഞാൻ പോകും, അല്ലെങ്കിൽ സ അദ്ഹബു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പോകും. ഇലാ ബൈത്തിഹി, അവന്റെ വീട്ടിലേക്ക്, മസാൻ, വൈകുന്നേരം. ഫറഅ ഔലാദഹു ഫിൽ ബാഹത്തി, ഫറഅ അവൻ കണ്ടു, ഔലാദഹു തന്റെ കുട്ടികളെ, ഫിൽ ബാഹത്തി മുറ്റത്ത്. ഫക്കാല, അപ്പോൾ അവൻ പറഞ്ഞു. അൻതും തൽഅബൂന, ലൈബ എന്നാണ് ബ്രാക്കറ്റിലുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ എന്നാണുള്ളത്. അൻതും, നിങ്ങളാണോ, നിങ്ങൾ കളിക്കുകയാണോ എന്നാണ് ചോദിക്കേണ്ടത്. അതെങ്ങനെ ചോദിക്കും? അൻതും തൽഅബൂന, നിങ്ങൾ കളിക്കുകയാണോ? ഫക്കാലു, അപ്പോൾ അവർ പറഞ്ഞു. ലാ, അല്ല, നഹനു നജ്മഉൽ അഹ്ജാറ ലിതൻളീഫിൽ ഫിനാ, മുറ്റം വൃത്തിയാക്കാൻ വേണ്ടി ഞങ്ങൾ കല്ലുകൾ ശേഖരിക്കുകയാണ്. നഹനു നജ്മഉ, ഞങ്ങൾ ശേഖരിക്കുന്നു, അൽ അഹ്ജാറ, കല്ലുകൾ, ലിതൻളീഫിൽ ഫിനാ, മുറ്റം വൃത്തിയാക്കാൻ വേണ്ടി. അപ്പോൾ ജമാ മാറ്റി നജ്മ വെക്കുക, എല്ലാം മുളാരിയ ഫീൽ വെച്ചതാണ്. ഇനി അൽക്കാ റാഷിദുൻ ഖുത്ബത്തൻ സഗീറത്തൻ, റാഷിദ് ഒരു ചെറിയ പ്രസംഗം നടത്തി. ബി മുനാസബത്തി ഈദിൽ അത്ഫാൽ, ശിശുദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നുഅദ്ദുൽ ഖുത്ബത ബിമുസാഅത്തിൻ നിഖാത്ത്, താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടെ നമുക്ക് ആ പ്രസംഗം തയ്യാറാക്കാം. അൽയൗമ റാബിയത്ത് അശർ നവംബർ 14, മീലാദ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. യുഹിബുൽ ഔലാദ, അദ്ദേഹം കുട്ടികളെ ഇഷ്ടപ്പെടുന്നു. യളഉൽ വർദത ഫിൽ ഖമീസ്, തന്റെ ഷർട്ടിൽ റോസാപ്പൂ വെക്കുന്നു. അയ്യുഹൽ ഐസ, പ്രിയപ്പെട്ടവരെ, ഉഹയ്യിക്കും തഹിയ്യത്തൻ ത്വയ്യിബത്തൻ മുബാറകത്തൻ വബഅദ്. അൽയൗം
പിന്നെ മുബാറക്കത്ത് മുബാദ് കഴിഞ്ഞിട്ട് അന മസ്റൂറുൻ ജിദ്ദൻ, അല്യവും അന മസ്റൂറുൻ ജിദ്ദൻ, ഇന്ന് ഞാൻ വളരെയധികം സന്തോഷവാനാണ്. എഴുതേണ്ട ആവശ്യമില്ല, ശരിക്കും കേട്ടാൽ മനസ്സിലാക്കാം. ഉഹയ്യിക്കും തഹിയത്തും തൊയ്യബത്തും മുബാറക്കത്തും വബഅദ്, അതായത് നമസ്കാരം പറയുന്ന പോലെ തുടക്കം, പ്രസംഗത്തിന് തുടക്കം അങ്ങനെ പറയുന്നതാണ്. പിന്നെ അല്യവും അന മസ്റൂറുൻ ജിദ്ദൻ, ഇന്ന് ഞാൻ വളരെയധികം സന്തോഷവാനാണ്. എന്തുകൊണ്ടാണത്? അല്യവും റാബിയത്താശറ നവംബർ, ഇന്ന് നവംബർ 14, അതെന്താണ്? മീലാദു ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ്. എൻ്റെ ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇന്നഹു, ആരാണ് ജവഹർലാൽ നെഹ്റു? ഇന്നഹു അവ്വലു വസീരിൽ വുസറാഇ ഫിൽ ഹിന്ദ്, അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അങ്ങനെ എഴുതുക. പിന്നെ ഇന്നഹു യുഹിബുൽ ഔലാദ, അദ്ദേഹം കുട്ടികളെ ഇഷ്ടപ്പെടുന്നു. വയലഉൽ വർദത ഫിൽ ഖമീസ്, അദ്ദേഹം തൻ്റെ ഷർട്ടിൽ റോസാപ്പൂ വെക്കാറുണ്ട്. അങ്ങനെ എഴുതുക. പിന്നെ വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതാം. ഇന്നഹു സഈമുൻ ഫി ഹർക്കത്തി ഇസ്തിഖ്ലാലിൽ ഹിന്ദ്, അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവായിരുന്നു. അങ്ങനെ ജവഹർലാൽ നെഹ്റുവിനെ പറ്റി അറിയുന്ന കുറച്ച് വാചകങ്ങളൊക്കെ എഴുതുക. എന്നിട്ട് അഖ്തതിമു കലാമി ഹദ, ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അങ്ങനെ എഴുതാം. എന്ന പ്രസംഗമായി. ഇനി 16ാമത്തത് ലാഹിൽ സൂറത്ത, ഈ ചിത്രം നോക്കുക. വഅദ് തഖ്രീർ അൽ മുദവ്വിൻ, ഒരു വ്ളോഗറുടെ റിപ്പോർട്ട് തയ്യാറാക്കുക. അതായത് ഒരു യൂട്യൂബർ, ഒരു വ്ളോഗർ എന്ത് ചെയ്യുന്നു? ഒരു പൂന്തോട്ടത്തിന്റെ അടുക്കൽ അല്ലെങ്കിൽ ഒരു കുളത്തിന്റെ അടുക്കൽ എത്തുകയാണ്. എന്നിട്ട് ആ കുളത്തിനെ കുറിച്ച് വിശദീകരിച്ച് പറയുകയാണ് അല്ലേ? അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അവൻ പറയുകയാണ്, മർഹബൻ, സ്വാഗതം, അഹ്ലൻ വസഹ്ലൻ, വെൽക്കം. അനൽ ആൻ ഫി ഖറിയത്തിൻ ജമീലത്തിൻ, ഞാനിപ്പോൾ ഭംഗിയുള്ള ഒരു ഗ്രാമത്തിലാണുള്ളത്. ഒരു ഗ്രാമത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഗ്രാമത്തിൽ എന്തുണ്ട്? ഹുന ഡാഷ്, ഹുന ബിർക്കത്തുൻ ജമീലത്തുൻ, അല്ലെങ്കിൽ ബിർക്കത്തുൻ സഗീറത്തുൻ, ഇവിടെ ചെറിയൊരു കുളമുണ്ട്. വൽ ബിർക്കത്തു ജമീലത്തുൻ, ഈ കുളം ഭംഗിയുള്ളതാണ്. വഫിൽ ബിർക്കത്തി ബത്താത്തുൻ കസീറത്തുൻ, ബിർക്കത്തിൽ ധാരാളം ബത്തുകൾ, താറാവുകളുണ്ട്. വഹിയ തസ്ബഹ് ഫിൽ ബിർക്കത്തി, ആ താറാവുകൾ കുളത്തിൽ നീന്തുകയാണ്. വഫി ഹാദിഹിൽ ബിർക്കത്തി അസ്മാക്കുൻ കസീറത്തുൻ, ധാരാളം മീനുകളുണ്ട്. വല്ലഫാദിഉ, തവളകളുണ്ട്. വല്ലഖ്ലഖു യസ്താദു അൽ അസ്മാക്ക, പിന്നെ എന്താണ്? കൊക്ക് മീനിനെ പിടിക്കുന്നുണ്ട്. വ അല ഷാത്തുൽ ബിർക്കത്തി, ബിർക്കത്തിന്റെ തീരത്ത് അസ്ജാറുൻ കസീറത്തുൻ, ധാരാളം മരങ്ങളുണ്ട്. വ അഅശാബുൻ ഖുളർ, പച്ച പിടിച്ച പുല്ലുകളുണ്ട്. വ അല ഹാദിഹിൽ അസ്ജാരി അസ്മാറുൻ കസീറത്തുൻ, ധാരാളം പഴങ്ങളുണ്ട് ഈ മരങ്ങളിലൊക്കെ. തുയൂറു, പക്ഷികൾ വരുന്നു. ലി തഅകുല ഹാദിഹിൽ അസ്മാറ വ തശ്റബൽ മാഅ മിൻ ഹാദിഹിൽ ബിർക്കത്തി, അങ്ങനെ ഇങ്ങനെ വിശദീകരിച്ച് എഴുതാം. ഒരുപാട് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയുമാണ് ചോദ്യമുള്ളത്.